ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളിയൊരു വെറൈറ്റി പച്ചടിയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ചാമ്പയ്ക്കായും കൊണ്ടാണ് കേട്ടോ ഇന്ന് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചാമ്പയ്ക്ക പച്ചടിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഓടിപ്പോയെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല പഴുത്ത് തൊടുത്ത ചാമ്പയ്ക്ക ഇവിടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് പുഴുവാണ് കേട്ടോ. അപ്പം നമുക്ക് വലിയൊരു പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചാമ്പയ്ക്ക പറിച്ചുകൊണ്ട് വന്നതിൻ്റെ അകത്തെ പുഴുവൊക്കെ കളഞ്ഞ് പുഴുവില്ലാത്തത് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ കുറേ നേരം കൊണ്ട് ചെയ്തെടുത്തൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എന്താ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നിങ്ങളിതുപോലെ ഈ ചാമ്പയ്ക്കായും കൊണ്ട് പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യാത്തൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 5-10 ചുവന്നുള്ളിയാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടതാണ് കേട്ടോ. അത് ഒരു 2-3 പീസാക്കി ഇങ്ങനെ അരിഞ്ഞിട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കുനുകുനോന്ന് അരിയണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉള്ളിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ. എന്നിട്ട് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് ചാമ്പയ്ക്ക നമ്മൾ അരിഞ്ഞെടുത്ത് വൃത്തിയാക്കി പുഴുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചാമ്പയ്ക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഞാൻ 2-3 ഇതൾ കറിവേപ്പിലയും കൂടി ഇതുപോലെ ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ മാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചാമ്പയ്ക്കായ്ക്കകത്തെ വെള്ളം ഇറങ്ങി വരും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ശകലം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കൊരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് അരപ്പ് ഇവിടെ തയ്യാറാക്കാം. ആദ്യം തന്നെ അത് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എത്രയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ കടുക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ചുവന്നുള്ളിയാണ് ഇത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുജീരകമാണ്. ചെറുജീരകം നമുക്കൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ഈ ചാമ്പങ്ങയുടെ ഒക്കെ അളവനുസരിച്ച് ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ല കട്ട തൈരാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഒഴിച്ച തൈരാണ്. അത് ഒരു കപ്പ് ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാ നമ്മുടെ ചാമ്പയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിരിപ്പുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പുളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ശകലം മാത്രം വെള്ളമേ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെള്ളം ഇതിലോട്ട് ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തൈരിലിട്ടാണ് നമ്മൾ ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ അതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറ് കഴുകിയുള്ള ഒരു ശകലം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ പാടില്ല. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക്
ഇത് താളിച്ചെടുക്കാവേ. ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ചൂടുവെള്ളമാണ് കേട്ടോ. നിങ്ങളും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക, ഒരു ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതുപോലെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ താളിപ്പൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ നല്ല ടേസ്റ്റിയുള്ള ചാമ്പങ്ങ പച്ചടി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.